കേരളത്തിന് പ്രളയ സെസ് പിരിക്കാൻ അനുമതി. പുനർനിർമ്മാണത്തിന് 1% വരെ സെസ് ചുമത്താനാണ് GST കൌൺസിൽ അനുമതി നൽകിയത്. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് അധിക നികുതി എന്നത് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രളയാനന്തര കേരളത്തിലെ പുനർനിർമ്മാണത്തിനായി 1% വരെ അധിക നികുതി ചുമത്താനാണ് GST കൌൺസിൽ അനുമതി നൽകിയത്. 2 വർഷത്തേക്ക് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്താം. Council has authorized Kerala to impose a maximum cess of 1% for a maximum period of 2 years. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രളയ സെസ്സിലൂടെ 500 കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വർഷം നമുക്കൊരു 500 കോടി രൂപ ഇതിൽ നിന്ന് അധികം കിട്ടും. 2 വർഷം ഇങ്ങനെ ചുമത്താം. 1% സെസ് ഒരു നിബന്ധനയെ വെച്ചിട്ടുള്ളൂ, അന്തർ സംസ്ഥാന വ്യാപാരത്തിന് മേൽ പറ്റില്ല. കേരളത്തിന് അധിക വായ്പ സ്വീകരിക്കുന്നതിനും കൌൺസിൽ തത്വത്തിൽ അംഗീകാരം നൽകി. കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇത് നടപ്പിലാക്കുന്ന കാര്യം തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകി. 50 ലക്ഷം വരെ വരുമാനമുള്ള സംരംഭങ്ങൾക്ക് സേവന നികുതി 6% കുറച്ചു. 1.5 കോടി വരെ വിറ്റുവരവുള്ളവരുടെ അനുമാന നികുതി 1% നിശ്ചയിച്ചു. സംസ്ഥാന ലോട്ടറികളുടെ നികുതി 28% ഉയർത്താനുള്ള നീക്കത്തെ കേരളം ശക്തമായി എതിർത്തു. വിഷയം പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് വിടാനും GST കൌൺസിൽ തീരുമാനിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അയോധ്യ കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് പിന്മാറി. മുൻപ് അയോധ്യയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ അദ്ദേഹം അഭിഭാഷകനായി വാദിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് ലളിത് പിന്മാറിയത്. അന്തിമവാദത്തിനുള്ള തീയതി തീരുമാനിക്കാനായി കേസ് ഈ മാസം 29-ന് പരിഗണിക്കും. അയോധ്യ കേസിൽ അന്തിമവാദത്തിന്റെ തീയതി നിശ്ചയിക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഇന്ന് ആദ്യ സിറ്റിംഗ് നടത്തിയത്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന് വേണ്ടി 1997-ൽ UU ലളിത് ഹാജരായിരുന്നു. കേസിൽ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാജീവ് ധവാൻ ഇക്കാര്യം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് പിന്മാറുന്നതായി ജസ്റ്റിസ് ലളിത് അറിയിച്ചത്. तो एक एडवोकेट ने उठा उठाया कि जब ये पक्षपाती हो सकते हैं, इसलिए इनको बेंच में न रह दिया, तो ही हिमसेल्फ विड्रॉस, अपने को उन्होंने विड्रॉ कर लिया. മറ്റൊരു ജഡ്ജിയെ ഉൾപ്പെടുത്തി ബെഞ്ച് പുനഃസംഘടിപ്പിക്കുമെന്നും ജനുവരി 29-ന് കേസ് പരിഗണിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. അയോധ്യ കേസിലെ രേഖകളുടെ പരിഭാഷ സംബന്ധിച്ച് തർക്കമുള്ളതിനാൽ ഔദ്യോഗിക പരിഭാഷകനെ കോടതി ചുമതലപ്പെടുത്തി. മുദ്രവച്ച 15 ട്രങ്ക് പെട്ടികളിലായി പേർഷ്യൻ, സംസ്കൃതം, അറബി, ഗുർമുഖി, ഹിന്ദി ഭാഷകളിലുള്ള രേഖകളാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. 88 സാക്ഷികളും 15,800 പേജ് സാക്ഷിമൊഴികളുമാണ് ഉള്ളത്. ഹൈക്കോടതി വിധി മാത്രം 8,533 പേജുകൾ. രേഖകൾ നേരിട്ട് പരിശോധിച്ച് രജിസ്ട്രി നൽകുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കോടതി അന്തിമവാദത്തിന്റെ തീയതി നിശ്ചയിക്കുക. അയോധ്യ കേസ് 3-അംഗ ബെഞ്ചിൽ നിന്ന് 5-അംഗ ബെഞ്ചിലേക്ക് വിട്ടത് ചീഫ് ജസ്റ്റിസിന്റെ അധികാരപരിധി ഉപയോഗിച്ചാണെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിശദീകരിച്ചു. ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്നതും രേഖകളുടെ ബാഹുല്യവും കാരണം അയോധ്യ കേസിലെ നടപടികൾ വീണ്ടും നീളുകയാണ്. സംഘപരിവാർ സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്തിമ വിധിയുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറാമാൻ രാമരാജനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. രാഹുലിനെ കുടുക്കാനുള്ള കമ്മീഷൻ ശ്രമം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 56 इंच की छाती वाला चौकीदार भाग गया और एक महिला से कहता है, सीतारमन जी आप मेरी रक्षा कीजिए, मैं अपनी रक्षा नहीं कर पाऊंगा, आप मेरी रक्षा कीजिए. 2.5 घंटे महिला रक्षा नहीं कर पाई. 56 ഇഞ്ചുകാരനായ രാജ്യത്തിന്റെ കാവൽക്കാരൻ റഫാൽ ആരോപണത്തിന് മറുപടി പറയാൻ സ്ത്രീയെ ഏൽപ്പിച്ച് ഓടിയൊളിച്ചു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഈ പ്രസ്താവന നിർമ്മല സീതാരാമനെ അപമാനിക്കുന്നതാണെന്നാണ് ആരോപണം. പ്രസ്താവനയുടെ സാഹചര്യം വിശദമാക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടതായി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ പറഞ്ഞു. He need to respect women first thing, and if a leader doesn't respect, who will respect? Let us see what explanation he has. നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. നരേന്ദ്രമോദി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് വനിതാ കമ്മീഷൻ നോട്ടീസ് അയക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് कांग्रेस നേതാവ് आनंद शर्मा ചോദിച്ചു. देश का दुर्भाग्य है कि प्रधानमंत्री ऐसे जो दुर्भावना से काम करते हैं, जिनकी जबान में कड़वाहट है, जिनमें शालीनता नहीं है, पद की मर्यादा को नहीं समझते.
तो महिला आयोग ने क्यों नहीं नोटिस दिया था नरेंद्र मोदी जी को? തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്കെതിരെ മോദി മോശം പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ എന്തുകൊണ്ട് കമ്മീഷൻ മിണ്ടിയില്ലെന്നും കോൺഗ്രസ് ചോദിക്കുന്നു. ന്യൂസ് 18 ഡൽഹി. സിബിഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ തീരുമാനിക്കാനുള്ള സെലക്ട് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം. അതേസമയം വിവാദങ്ങളിൽ ഉൾപ്പെട്ട MK സിൻഹ, AK ശർമ്മ എന്നിവരടക്കം 6 പേർക്ക് പുതിയ ചുമതലകൾ നൽകി സിബിഐ ഡയറക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങി. M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇന്നലെ കൂടുകയും തീരുമാനമെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത സെലക്ട് കമ്മിറ്റിയാണ് വീണ്ടും യോഗം ചേർന്നത്. കോൺഗ്രസ് ഇക്കാര്യത്തിനകത്ത് വ്യക്തമായ നിലപാടെടുത്തിട്ടും തീരുമാനം എടുക്കാതെ പോവുകയായിരുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ സിബിഐയിൽ നടക്കുന്ന സ്ഥലമാറ്റങ്ങൾ അടക്കമുള്ളവയുടെ വിശദാംശങ്ങൾ. അപർണ, CBI ഡയറക്ടറായി തിരികെ ചുമതലയേറ്റ അലോക് വർമ്മയുടെ ഭാവി എന്താകുമെന്ന് നിശ്ചയിക്കാനുള്ള യോഗമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ഒപ്പം സുപ്രീം കോടതി ജഡ്ജി AK സിക്രി എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ യോഗത്തിൽ തീരുമാനമാകാതിരിക്കാൻ കാരണം രേഖകൾ, അതായത് CBSE അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും കൈമാറാത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ചേരുന്ന യോഗത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായി ആവശ്യപ്പെടാൻ പോകുന്നത് അലോക് വർമ്മയ്ക്കെതിരെ ഏകപക്ഷീയമായ നടപടി പാടില്ല, അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ നടപടി എടുക്കാവൂ. മാത്രമല്ല CBIയിൽ ഉണ്ടായ വലിയ വിവാദങ്ങളെ പറ്റിയൊക്കെ അന്വേഷണം വേണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിക്കും. അതേസമയം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമുണ്ടാകാൻ പോകുന്നത്. പ്രധാനമന്ത്രിയും ജസ്റ്റിസ് AK സിക്രിയുടെയും എടുക്കുന്ന നിലപാട് എന്താണ്, അത് ഒരേ നിലപാടാണോ എന്നതിനെ അനുസരിച്ചായിരിക്കും അലോക് വർമ്മയ്ക്കെതിരായ നടപടി നിശ്ചയിക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ നേരത്തെ നടന്ന വിവാദ സ്ഥലമാറ്റങ്ങളെല്ലാം അലോക് വർമ്മ റദ്ദാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 6ഓളം പ്രമുഖ ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകൾ നൽകുകയും സ്ഥലമാറ്റുകയും ചെയ്തിരിക്കുന്നത്. വസതിയിൽ പുരോഗമിക്കും. പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. ബില്ലിനായി കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ലംഘിക്കുന്നതാണെന്ന് കാണിച്ച് യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. 10% സാമ്പത്തിക സംവരണത്തിനായി ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതിന് മുമ്പെയാണ് ബിൽ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. സംവരണത്തിന് 50% പരിധി നിശ്ചയിച്ച ഇന്ദിരാ സാഹ്നി കേസിലെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി ലംഘിക്കുന്നതാണ് ബില്ലിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയെന്ന് ഹർജി നൽകിയ യൂത്ത് ഫോർ ഇക്വാലിറ്റി വാദിക്കുന്നു. ബിൽ പ്രകാരം പൊതുവിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് സാമ്പത്തിക സംവരണം ലഭിക്കുക. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണത്തിനുള്ള വ്യവസ്ഥ TMI ഇനാംദാർ കേസ് വിധികൾക്ക് വിരുദ്ധം. ഭരണഘടനയുടെ 15-ാം അനുച്ഛേദത്തിൽ ഭേദഗതിയിലൂടെ 6-ാം ഉപ അനുച്ഛേദം ചേർത്താണ് സാമ്പത്തിക സംവരണം സർക്കാർ കൊണ്ടുവന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബില്ലിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹർജികൾ ഫയൽ ചെയ്യപ്പെടാനാണ് സാധ്യത. ബില്ലിനെ സുപ്രീംകോടതിയിൽ പ്രതിരോധിക്കുക സർക്കാരിന് വെല്ലുവിളിയാകുമെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് 18 ഡൽഹി. ശബരിമലയിൽ നടയടച്ച് തന്ത്രി നടത്തിയ ശുദ്ധിക്രിയ ദേവസ്വം ബോർഡ് നേരത്തെ അറിഞ്ഞിട്ടും തടഞ്ഞില്ലെന്ന് രേഖകൾ. ശുദ്ധിക്രിയയ്ക്ക് മുൻപ് കൂടിയാലോചന നടത്തണമെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും നിർദ്ദേശവും തന്ത്രി തള്ളി. നട അടച്ചില്ലെന്നും വാതിൽ ചാരുക മാത്രമേ ചെയ്തുള്ളൂ എന്നുമാണ് തന്ത്രിയുടെ മറുപടി. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ബിന്ദു, കനകദുർഗ എന്നിവർ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ തുടർന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. യുവതീ പ്രവേശനം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തിയ തന്ത്രി ആചാരപരമായ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചു. ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയോ സ്പെഷ്യൽ കമ്മീഷനോ സ്ഥലത്തില്ലാത്തതിനാൽ കൂടിയാലോചന വേണമെന്ന് 2 ഘട്ടങ്ങളായി ആവശ്യപ്പെട്ടെങ്കിലും തന്ത്രി അംഗീകരിച്ചില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെയും അംഗം KP ശങ്കരദാസിനെയും തന്ത്രി ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. മറ്റൊരംഗം വിജയകുമാറിനെ ഫോണിൽ ലഭിച്ചില്ല. പുണ്യാഹവും ബിംബശുദ്ധിയുമാണ് വരുത്തുന്നതെന്നും നട അടയ്ക്കുന്നില്ലെന്നും ചാരുക മാത്രമാണ് ചെയ്യുന്നതെന്നും തന്ത്രി പറഞ്ഞു. വത്സൻ തില്ലങ്കേരി ആചാരലംഘനം നടത്തിയപ്പോഴും ശുദ്ധിക്രിയ നടത്തിയെന്നായിരുന്നു മറുപടി. ഭക്തർ രോഷാകുലരായിരുന്നതിനാലും മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാലുമാണ് ചടങ്ങിന് തടസ്സം നിൽക്കാതിരുന്നതെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തതിൽ തന്ത്രിക്കും ദേവസ്വം ബോർഡിനും വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ. തന്ത്രി ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടും അരുതെന്ന് പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാലോചന വേണമെന്ന് ആവശ്യപ്പെട്ടത് അംഗീകരിക്കാൻ തന്ത്രിയും തയ്യാറായില്ല. ആർ കിരൺ ബാബു, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി UDFൽ ചേർന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ കളമൊരുക്കി PC ജോർജ്. ജനപക്ഷം പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗത്തിലാണ് UDFൽ ചേരുന്നതിനുള്ള സാധ്യത തേടാൻ തീരുമാനിച്ചത്. ചർച്ചകൾക്കായി 9-അംഗ സമിതിയും ചുമതലപ്പെടുത്തി. അതേസമയം UDF ഇങ്ങനെയൊരു ആലോചന പോലും നടത്തിയിട്ടില്ലെന്നായിരുന്നു കൺവീനർ ബെന്നി ബെഹ്റാന്റെ പ്രതികരണം. BJPയുമായി അടുക്കുന്നെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെയാണ് UDFിലേക്കെന്ന PC ജോർജിന്റെ പ്രഖ്യാപനം. വർഗീയ കക്ഷിയായ BJPയുമായും
വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇടതുപക്ഷവുമായും ചേർന്നു പോകാൻ പറ്റില്ലെന്ന് PC ജോർജ്. ഏത് മുന്നണിയുമായി ചർച്ച തീരുമാനമെടുക്കണമെന്ന് തീരുമാനിക്കാൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു 9 അംഗ കമ്മിറ്റിയെ നിശ്ചയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് UDF ചീഫ് വിപ്പായിരുന്ന PC ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. ശബരിമല വിഷയത്തോടെ BJPയുമായി അടുക്കുകയും നിയമസഭയിൽ സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ UDFൽ ഇങ്ങനെയൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നായിരുന്നു കൺവീനർ ബെന്നി ബെഹനാന്റെ പ്രതികരണം. ജോർജിനെ എടുക്കുന്ന കാര്യം മുന്നണി ആലോചിച്ചിട്ട് പോലുമില്ലെന്നും കൺവീനർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നിർമ്മാണ കരാറിന്റെ പണം നൽകാത്തതിന് CSI ബിഷപ്പിനെ തടഞ്ഞുവെച്ച കരാറുകാരും ജീവനക്കാരും. സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയോളം രൂപ നൽകാനുണ്ടെന്നാണ് പരാതി. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചു. രാവിലെ തന്നെ CSI മഹായിടവക ആസ്ഥാനത്ത് സ്വകാര്യ നിർമ്മാണ കമ്പനി ഉടമയും തൊഴിലാളികളും പ്രതിഷേധം തുടങ്ങിയിരുന്നു. ബിഷപ്പ് ധർമ്മരാജ റസാൽ കാറിൽ പുറത്തേക്കിറങ്ങിയതോടെ പ്രതിഷേധം ശക്തമായി. സ്ത്രീകളടക്കമുള്ള സംഘം കാർ തടഞ്ഞു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 11 കോടിയിലധികം രൂപ സഭ നൽകാനുണ്ടെന്നും നിർമ്മാണോപകരണങ്ങൾ വിട്ടു നൽകുന്നില്ലെന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച യോഗം ചേരാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇപ്പോഴത്തെ CSI സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി 50 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ വൈരാഗ്യമാണ് എന്റെ അടുത്ത് ഈ കാണിക്കുന്നത്. മുൻ ഭരണസമിതിയുമായി ചേർന്ന് കരാറുകാരൻ അഴിമതി നടത്തിയെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിധി വന്ന ശേഷമേ പണം നൽകുന്നതിൽ തീരുമാനമുണ്ടാകൂ എന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. കേസുകൾ അനുസരിച്ച് അതെങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ഞങ്ങളും കേസ് പറയേണ്ടി വരും. അതനുസരിച്ച് നമുക്ക് അതിന്റെ മറുപടി പറയാൻ പറ്റുള്ളൂ. ന്യൂസ് 18 തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ അവഹേളിച്ച് ദീപികയിൽ ലേഖനം. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സഭ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം സിസ്റ്റർ നിരസിച്ചതിന് പിന്നാലെയാണ് സഭാ പ്രസിദ്ധീകരണമായ ദീപിക പേര് പറയാതെ സിസ്റ്റർ ലൂസിക്കെതിരെ രംഗത്തെത്തിയത്. ആരോപണങ്ങളിൽ തളരില്ലെന്ന് സിസ്റ്റർ ലൂസി പ്രതികരിച്ചു. സമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സന്യാസത്തെ അപഹസിക്കുകയാണെന്ന് ദീപിക ലേഖനം കുറ്റപ്പെടുത്തുന്നു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ സഭാധികാരികളുടെ അനുവാദമില്ലാതെയാണ് സിസ്റ്റർ ലൂസി പങ്കെടുത്തത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ചുരിദാർ ധരിച്ച് ഫോട്ടോ എടുത്തതിനെയും ലേഖനം വിമർശിക്കുന്നു. സുപ്പീരിയർ ജനറൽ അയച്ച കത്ത് മാധ്യമങ്ങൾക്കു നൽകിയത് അനുസരണക്കേടാണ്. ജലന്ധർ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റക്കാരനെന്ന് മാധ്യമങ്ങൾ വിധിക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ ലേഖനം ചോദ്യം ചെയ്യുന്നു. ദാരിദ്ര്യം വ്രതമായി സ്വീകരിക്കാത്ത രൂപതാ വൈദികൻ ജീവിക്കുന്നത് പോലെ തനിക്കും ജീവിക്കണമെന്ന് സന്യാസിനി വാശി പിടിക്കാറില്ലെന്നും ലേഖനം പറയുന്നു. ഈ കല്ലേറിൽ താൻ തകരുകയോ തളരുകയോ ഇല്ലെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു. നീതിക്ക് വേണ്ടി പൊരുതിയ കർത്താവാണ് തന്റെ വഴികാട്ടിയെന്നും അവർ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നെപ്പോലെ സുതാര്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ഇപ്പം കല്ലെറിയുന്നതിന്റെ പേരിൽ ഞാൻ താഴെ വീഴുകയോ തളരുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയിൽ പരാതി പരിഹാര സമിതി രൂപീകരിക്കുന്നു. കൊച്ചിയിൽ തുടർന്ന സഭാ സിനഡിന്റേതാണ് നിർദ്ദേശം. വിശ്വാസികളെയും സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. വൈദികർ തൊട്ട് കർദിനാൾ വരെ വിവാദങ്ങളിൽ ഉൾപ്പെടുകയും പീഡനക്കേസിൽ ബിഷപ്പ് തന്നെ ജയിലിലാകുകയും ചെയ്ത സംഭവങ്ങൾ സഭയെ പിടിച്ചുലച്ചിരുന്നു. പരാതി പരിഹാര സമിതി രൂപീകരിക്കുക എന്ന KCBCയുടെ നിർദ്ദേശവും കൂടി കണക്കിലെടുത്താണ് സിനഡിന്റെ തീരുമാനം. വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും പരാതി പരിഹാര സമിതി. സഭാസ്ഥാപനങ്ങളിലും മഠം ഉൾപ്പെടെയുള്ള സന്യസ്ത ഭവനങ്ങളിലും സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്നും സിനഡ് നിർദ്ദേശത്തിലുണ്ട്. സഭയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ സത്യമറിയാൻ കൂടിയാണ് സമിതി രൂപീകരണമെന്നാണ് വിശദീകരണം. കുറെ ആരോപണങ്ങൾ വന്നുകൂടുമ്പോൾ അതിനൊരു എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിയാനും കൃത്യതയോടെ അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് കണ്ടുപിടിക്കാനുമുള്ള ഒരു മാനദണ്ഡമാണ് അതിനകത്ത്. സിനഡ് നിർദ്ദേശത്തെ വിശ്വാസി സമൂഹവും സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിലും സ്വാഗതം ചെയ്തു. പരാതികൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതുകൊണ്ടുതന്നെയാണ് സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് 18 കൊച്ചി. ISRO ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഫൗസിയ ഹസൻ. നമ്പിനാരായണൻ നൽകിയതുപോലുള്ള നഷ്ടപരിഹാരം ലഭിക്കണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇരയാക്കപ്പെടുകയായിരുന്നുവെന്നും ഫൗസിയ പറഞ്ഞു.
വിവാദമായ ISRO ചാരക്കേസിൽ മറിയം റഷീദയ്ക്കൊപ്പം ചാരവനിതയായി ചിത്രീകരിക്കപ്പെട്ടയാളാണ് ഫൗസിയ. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ നമ്പിനാരായണന് ലഭിച്ചതുപോലെ തനിക്കും നഷ്ടപരിഹാരം വേണമെന്നാണ് ഫൗസിയയുടെ ആവശ്യം. Door is opened for it because of him. He got compensation. It means I also should get. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അഭിഭാഷകനായ പ്രസാദ് ഗാന്ധിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. Lawyer Prasad Gandhi, before also he came and helped us, and I will do through him. ചാരക്കേസ് മൂലം കുടുംബം വലിയ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. Everything finished. My daughter's education finished, and she couldn't pass also. I think Kerala government should give me something. ചോദ്യം ചെയ്യലിനിടെ കൊടിയ പീഡനം അനുഭവിച്ചു. നമ്പിനാരായണനുമായി മുൻപരിചയമില്ല. CBI കസ്റ്റഡിയിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. Nambi Narayan, I don't know. I have never met him. Only I saw him in CBI custody. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇരയാക്കപ്പെടുകയായിരുന്നെന്നും ആരൊക്കെയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് അറിയില്ലെന്നും ഫൗസിയ പറഞ്ഞു. That time I don't know their names. But now? Now also I don't know because they are not identifying their names. News 18 കോഴിക്കോട്. സംസ്ഥാനത്ത് ആദ്യമായി കപ്പലിൽ മദ്യസൽക്കാരത്തിന് അനുമതി നൽകി എക്സൈസ് വകുപ്പ്. കൊച്ചിയിലെ ആഡംബര കപ്പലായ നെഫർട്ടിറ്റിക്കാണ് മദ്യ ലൈസൻസ് നൽകിയത്. ഇൻലാൻഡ് നാവിഗേഷൻ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന് പ്രത്യേക ഉത്തരവിലൂടെയാണ് മദ്യ ലൈസൻസ് നൽകിയത്. വമ്പൻ സൽക്കാര സൌകര്യങ്ങളുള്ള ആഡംബര കപ്പലിലാണ് എക്സൈസ് വകുപ്പ് പ്രത്യേക ഉത്തരവിലൂടെ മദ്യ ലൈസൻസ് നൽകിയത്. മദ്യസൽക്കാരത്തോടെയുള്ള കപ്പലിന്റെ ആദ്യ യാത്ര ശനിയാഴ്ചയാണ്. സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായി നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് ലൈസൻസ് നൽകിയതെന്ന് എറണാകുളം ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. സർക്കാരിന്റെ ഒരു സംരംഭം തന്നെയാണിത്. ആഡംബര കപ്പല് അതിന് മാത്രമായിട്ടാണ് ആ ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത്. അത് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒറ്റക്കപ്പലിന് മാത്രമായാണ് മദ്യ ലൈസൻസ് എന്നും 50,000 രൂപയാണ് വാർഷിക ലൈസൻസ് ഫീസെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. 16 കോടി രൂപ മുടക്കി നിർമ്മിച്ച കപ്പലിൽ സിനിമാ തിയേറ്റർ അടക്കമുള്ള സൌകര്യങ്ങളുണ്ട്. 6 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് 5 ലക്ഷം രൂപയാണ് ആകെ ചെലവ്. 200 പേർക്ക് യാത്രാ സൌകര്യവുമുണ്ട്. CN പ്രകാശ്, ന്യൂസ് 18 കൊച്ചി. SBI ശാഖ അടിച്ചു തകർത്ത കേസിൽ 2 NGO യൂണിയൻ നേതാക്കൾ അറസ്റ്റിൽ. ട്രഷറി ഡയറക്ടറേറ്റിലെ സീനിയർ അക്കൌണ്ടന്റ് അശോകൻ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ അറ്റൻഡർ ഹരിലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിൽ ഹർത്താൽ അനുകൂലികൾ അക്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെയായിരുന്നു സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ട്രഷറി ബ്രാഞ്ചിൽ പണിമുടക്ക് അനുകൂലികളുടെ അക്രമം. ബാങ്ക് അധികൃതരുടെ മൊഴിയിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസെടുത്തതോടെ NGO യൂണിയൻ നേതാക്കളായ അശോകനും ഹരിലാലും കീഴടങ്ങി. ബാങ്ക് മാനേജർ സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു. പോലീസ് മൊഴിയെടുത്തു. ഞാൻ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ്, നമ്മുടെ കൺട്രോളറിനെയും DGMനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ അവർ അവിടുന്ന് സ്വീകരിച്ചോളും. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ബാങ്കിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി. 15 പേർക്കെതിരെയാണ് കേസെങ്കിലും CCTV ദൃശ്യങ്ങളിലുള്ളത് 9 പേരാണ്. അറസ്റ്റിലായവർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. ശാസ്തമംഗലത്തെ സ്വകാര്യ ബാങ്കിലും ഇന്നലെയാണ് ഹർത്താൽ അനുകൂലികൾ അക്രമം നടത്തിയത്. നിർബന്ധിച്ച് ബാങ്ക് അടപ്പിച്ച സമരക്കാർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം.